നമസ്കാരം. ഏതാണ്ട് 3 വർഷങ്ങൾക്കപ്പുറം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുൻവശത്ത് വെച്ച്, അതിൻ്റെ സമീപ പ്രദേശത്ത് വെച്ച്, അന്ന് തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭർത്താവായ ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവും കൂടി യദു എന്ന് പറയുന്ന ഒരു താൽക്കാലിക KSRTC ജീവനക്കാരൻ ഓടിച്ചു കൊണ്ടുവന്ന സ്വിഫ്റ്റ് ബസ്സിന് കുറുകെ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാറ് എല്ലാവിധ ട്രാഫിക് നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് വണ്ടിക്ക് കുറുകെയിട്ടു. യാത്രക്കാരുടെ യാത്രാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തെ വിലക്കി. ഒരു KSRTC ഡ്രൈവറുടെ ജോലി ചെയ്യാനുള്ള അവകാശത്തെ, സ്വാതന്ത്ര്യത്തെ വിലക്കി. ഇങ്ങനെ യദു എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായി അവർ നേരിട്ട് തെരുവിൽ യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. അതിനവർ കാരണമായി ചൂണ്ടിക്കാണിച്ചത്, മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാറിന് യദു തൻ്റെ KSRTC ബസ് ഓടിച്ചു വരുമ്പോൾ ആ കാറ് മുൻപോട്ടേക്ക് കടന്നു പോകുന്നതിന് സൈഡ് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു. യദു പറഞ്ഞതാകട്ടെ, കാറിൽ സഞ്ചരിക്കുന്നത് ആര്യ രാജേന്ദ്രനാണ്, മേയറാണ് എന്നുള്ളത് തനിക്ക് മനസ്സിലായില്ല. തന്നെയുമല്ല, അവിടെ വെച്ച് ആ കാറിന് മുന്നോട്ട് കടന്നു പോകാൻ സൈഡ് കൊടുക്കാൻ റോഡിന് മതിയായ വീതിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് യദു പറഞ്ഞിട്ടും KSRTC ബസ്സിനകത്തേക്ക് ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവ് കടന്നു കയറി യദുവിനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികളും യദുവിനെ പച്ചത്തെറി കൊണ്ട് അഭിഷേകം ചെയ്യുന്ന കാര്യങ്ങളുമായിരുന്നു നടന്നത്. ആര്യ രാജേന്ദ്രനും വളരെ ക്രുദ്ധയായി തന്നെ യദുവിനോട് സംസാരിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ അന്ന് കണ്ടതാണ്. എന്നാൽ സ്വിഫ്റ്റ് ബസ് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഓടിച്ചു കൊണ്ടുവന്ന ആ ബസ്സിനകത്തുണ്ടായിരുന്ന CCTV ക്യാമറ ദൃശ്യങ്ങൾ, മെമ്മറി കാർഡ് അന്ന് നഷ്ടമായി. കാരണം അത് കിട്ടിയിരുന്നെങ്കിൽ യദുവിൻ്റെ നിരപരാധിത്വം വെളിവാക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ സംഭവത്തിന് ശേഷം ബസ് KSRTCയുടെ ഡിപ്പോയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ നിന്ന് സ്ഥാപിത താല്പര്യക്കാർ ആരോ, അതായത് ആര്യ രാജേന്ദ്രന് വേണ്ടപ്പെട്ട ഒരാളോ അല്ലെങ്കിൽ സച്ചിൻ ദേവിന് വേണ്ടപ്പെട്ട ആരോ ഒരാൾ ആ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതിനാൽ യദുവിന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചില്ല. KSRTCയുടെ താൽക്കാലിക ഡ്രൈവർ എന്ന ജോലി അദ്ദേഹത്തിന് നഷ്ടമാകുകയായിരുന്നു. തൻ്റെ കുട്ടിയും വൃദ്ധരായ മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തെ യദു പോറ്റിയിരുന്നത് യദുവിൻ്റെ ആ താൽക്കാലിക ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു. പിന്നീട് യദു തൻ്റെ ജോലി പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. മുഖ്യമന്ത്രി അടക്കം സകല മന്ത്രിമാർക്കും യദു പരിദേവനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. KSRTC വകുപ്പ് മന്ത്രിയായ തിരുവനന്തപുരംകാരനായ KB ഗണേഷ് കുമാറിനെ നേരിട്ട് കണ്ട് തന്നെ നിവേദനം കൊടുത്തെങ്കിലും യദുവിൻ്റെ കാര്യത്തിൽ ഒരു മന്ത്രിയും ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും കൈക്കൊണ്ടില്ല. പിന്നീട് യദുവിനെതിരെ നിയമപരമായ പോരാട്ടം നടത്തുന്ന ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയുമാണ് കണ്ടത്. എന്തായാലും പിന്നീട് യദുവിന് KSRTCയിലേക്ക് താൽക്കാലിക ജീവനക്കാരനായി തിരിച്ചു വരാൻ പറ്റിയില്ല. പിന്നീട് റോബിൻ എന്ന് പറഞ്ഞൊരു ബസ്സിൽ യദു താൽക്കാലിക ജോലിക്കാരനായി പോകുന്നുണ്ടായിരുന്നു. അതും കുറച്ച് നാൾ മാത്രമേ അദ്ദേഹത്തിന് തുടരാൻ സാധിച്ചുള്ളൂ. പിന്നീട് സ്വിഗ്ഗിയുടെ ഒരു ഡെലിവറി ബോയ് ആയി അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം യദു തൻ്റെ മനസ്ഥൈര്യം വിടാതെ പറഞ്ഞത്, ജോലി ചെയ്യാൻ തനിക്ക് മനസ്സുണ്ടെങ്കിൽ എവിടെയായാലും ജീവിക്കാൻ സാധിക്കും, ഇന്ന് ജോലി വേണമെന്നില്ല, ജോലിയില്ലാതെ എന്നെ ആർക്കും തളർത്താൻ സാധിക്കില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിവുള്ള സമയം വരെ ഞാൻ ജോലി ചെയ്യും, അതെന്ത് ജോലിയായാലും ചെയ്യും, എനിക്ക് എൻ്റെ കുടുംബത്തെ പോറ്റണം എന്നാണ് യദു ധൈര്യമായി പറഞ്ഞത്. അത്തരത്തോളം ചങ്കുറപ്പോടുകൂടി എങ്ങനെയും ജീവിക്കണം എന്ന ഒരു മനസാന്നിധ്യത്തോടു കൂടി നടന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഭാവിയാണ് അന്ന് ആര്യ രാജേന്ദ്രനും സഖാക്കന്മാരും കൂടി തല്ലിത്തകർത്തത് എന്നുള്ളതാണ്. പിണറായി വിജയനോ KSRTCയുടെ അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറോ ഒന്നും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുക. ഇന്നിപ്പോൾ യദു സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയിയായി ജീവിതം നയിക്കുന്ന സന്ദർഭത്തിൽ പുതുപ്പള്ളി MLA ആയ ചാണ്ടി ഉമ്മൻ യദുവിന് വേണ്ടി കൃത്യമായി ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. LDF സർക്കാരിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ട ജോലി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ യദുവിന് തിരിച്ചു കൊടുക്കും എന്ന് തന്നെയായിരുന്നു പല നേതാക്കളും പറഞ്ഞിരുന്നത്. എന്നാൽ യദു നിയമസഭാ സ്പീക്കർ അടക്കമുള്ള ആളുകൾക്ക് തനിക്കൊരു ജോലി തരപ്പെടുത്തി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ആളുകൾ അതിന് ശുപാർശയും നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിയമസഭയിൽ ഒഴിവ് വരുന്ന രീതിയിൽ യദുവിനെ വിളിക്കാം എന്നാണ് അന്ന് സ്പീക്കർ ഉറപ്പ് കൊടുത്തിരുന്നത്. ഇപ്പോൾ നിയമസഭയിൽ ഒരു ബസ് ഡ്രൈവറുടെ ഒഴിവ് വന്നിരിക്കുന്നു. താൽക്കാലിക നിയമനമാണ്. നിയമസഭാ ജീവനക്കാർക്ക് സഭയിലേക്ക് എത്താനും തിരിച്ചു പോകാനും സഭ ഏർപ്പെടുത്തിയിരിക്കുന്ന ബസ്സിൻ്റെ താൽക്കാലിക ജീവനക്കാരൻ എന്നുള്ള ഒരു ജോലിയാണ് യദുവിന് ലഭിക്കുക. ഡ്രൈവർ തന്നെയാണ്. എന്തായാലും താൽക്കാലിക ജീവനക്കാരനായ ജോലിയിൽ കയറുന്ന യദുവിന് പിന്നീട് ജോലി സ്ഥിരപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. പക്ഷേ യദു തെരുവിൽ അങ്ങോളം ഇങ്ങോളം സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയിയായി ഓടി നടന്ന് ജീവിതം നയിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഫലപ്രദമായ രീതിയിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഡ്രൈവർ എന്ന ഒരു തൊഴിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അതും നിയമസഭയുടെ വണ്ടി ഓടിക്കുക എന്നുള്ളൊരു
വലിയൊരു തൊഴിൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് തുടർന്ന് ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല പിണറായി വിജയൻ സർക്കാരും തെരുവിൽ വെച്ച് യുദ്ധം ചെയ്ത് ഇറക്കിവിട്ട അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ ജോലി UDF സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ അടക്കം ഇരിക്കുന്ന നിയമസഭയിലേക്ക് നിയമസഭാ അംഗങ്ങളെ കൊണ്ടുവരുന്ന ഡ്രൈവറുടെ ജോലി യദുവിന് കിട്ടി എന്ന് പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയന് മുഖമടച്ച് കിട്ടിയ ഒരു അടി തന്നെയാണ്, കാലം നൽകിയ തിരിച്ചടി തന്നെയാണ്. എന്തായാലും യദുവിന് വീണ്ടും നിയമനം നൽകിയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാവുന്ന കാര്യം തന്നെയാണ്. അതിന് UDF സർക്കാരിനും ചാണ്ടിയുമ്മനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ഒരു ബിഗ് സല്യൂട്ട്.